ചാപ്റ്റർ 7 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 7 ഡയറക്റ്റിംഗ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടിരിക്കാൻ നമ്മൾ ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റിങ്ങിൻ്റെ ഫുൾ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ എന്താണ് ഡയറക്റ്റിംഗ്, മീനിങ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡയറക്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിങ്, കൗൺസിലിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അപ്പം നമുക്കറിയാം ഏതൊരു ബിസിനസ് എൻ്റർപ്രൈസിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ അല്ലെങ്കിൽ എയിം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം അതിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നു, നമ്മളെ ഗൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ കൗൺസിൽ ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റിംഗ് ഇസ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ്സ് ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. അവരെന്താണ് ചെയ്യേണ്ടി എന്ന കാര്യങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് നോക്കുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബെസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡയറക്റ്റിംഗ് ഇനിഷ്യേറ്റ് ആക്ഷൻ. എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ് ആർ ദി പ്രിപ്പറേഷൻ ഓഫ് ഡൂയിങ് എ വർക്ക്. ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാൻ വേണം, ഓർഗനൈസ് ചെയ്യണം, പിന്നെ സ്റ്റാഫിംഗ് വേണം, അതൊക്കെ പണിയെടുക്കാൻ ആൾ വേണ്ടേ. അപ്പം അതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു പണി അല്ലെങ്കിൽ ഒരു ജോലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദ വർക്ക് ആക്ച്വലി ബിഗിൻസ് വെൻ ദ മാനേജർ പെർഫോം ഡയറക്റ്റിംഗ്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ശരിക്കും ഒരു പണി ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരും സാധനം എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പണി ചെയ്ത് തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അതൊരു ആക്ഷനിലേക്ക് വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡയറക്ഷൻ വളരെ ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റും ആക്ടേഴ്സും ഒക്കെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യാൻ ആളില്ലെങ്കിൽ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ആളില്ലെങ്കിൽ സിനിമ നടക്കുമോ? ഇല്ല. അപ്പം അതുപോലെ തന്നെയാണ് ഡയറക്റ്റിംഗ് ഇനിഷ്യേറ്റ് ആക്ഷൻ. രണ്ടാമത്തെയാണ് ടേക്സ് പ്ലേസ് അറ്റ് എവറി ലെവൽ. അതായത് പെർവാസീവ് ഇൻ നേച്ചർ ആണ്. നമ്മുടെ ലോവർ ലെവൽ, മിഡ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലോ എല്ലാ ലെവലിലും നമുക്ക് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം വളരെ ആവശ്യമാണ്. അടുത്തതാണ് ഇറ്റ്സ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു, നാളെ ഞാൻ പറയുന്നില്ല എന്നാണോ? അല്ല, നമ്മൾ എപ്പോഴും അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എപ്പോഴും നമ്മളത് റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫോർത്ത് വൺ, ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പം ഈ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് താഴെ ഇരിക്കുന്ന സബോർഡിനേറ്റ് മുകളിലിരിക്കുന്ന ആൾക്കാരോട് സാർ ഈ പണിയെടുക്കുക ആ പണിയെടുക്കുക എന്ന് പറയുവാണോ? അല്ല. മുകളിലിരിക്കുന്ന ആൾക്കാർ, ആ ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? അവരുടെ താഴെയുള്ള സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്തിൻ്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ തന്നെയാണ് അത് പോകുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ കീ എലമെന്റ്സ് ഓഫ് ദി മാനേജ്മെന്റ് പ്രോസസ്സിൻ്റെ ഒരു കീ എലമെന്റ് ആണ്. ഡയറക്റ്റിംഗ് ഇസ് ദി ഹാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് പ്രോസസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗിൻ്റെ അകത്തെ ഫസ്റ്റ് പോയിന്റ് ആണ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ഇവിടെ പറയുന്നുണ്ട് ഡയറക്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ടു എൻഷുർ ദാറ്റ് എവറി ഇൻഡിവിജ്വൽ കുഡ് കോൺട്രിബ്യൂട്ട് ദയർ മാക്സിമം പൊട്ടൻഷ്യൽ ഫോർ ദി അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഫോർ ദി ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വലും അവരുടെ മാക്സിമം കോൺട്രിബ്യൂഷൻ തന്നെ കൊടുക്കണം അല്ലേ. ഒരാൾ ബാക്കിയുള്ളവരുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ കൊടുക്കണം. അതാണ് ഈ ഡയറക്റ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ആളെ ഏൽപ്പിക്കുകയും ആളെ കൊണ്ട് മാക്സിമം അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലിനനുസരിച്ച് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനിൽ പറയുന്നത്. രണ്ടാമത്തെയാണ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്. അതായത് പണി എടുക്കുന്ന ആളുടെയും ആ ഒരു പണി ചെയ്യിപ്പിക്കുന്ന ആളുടെയും അതുപോലെ തന്നെ ആ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ബിസിനസ് എന്റർപ്രൈസിന്റെയും ഒക്കെ ഉദ്ദേശം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെയിം ആയിരിക്കണം. മാനേജ്മെന്റ് should reconcile the personal goal of the employee with the organizational goals. അതായത് ഓർഗനൈസേഷണൽ ഗോൾ മാത്രം പോരാ, അത് പണിയെടുക്കുന്ന ആൾക്കും ഗോൾ കാണും അല്ലേ. അപ്പം ആ ഗോളും കൂടെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. എംപ്ലോയീസ് വിൽ പെർഫോം ബെറ്റർ ഇഫ് ദെയർ ഓൺ ഡിസയർ വിൽ സാറ്റിസ്ഫൈ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഒരു ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവർക്ക് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സാലറി തരണം അല്ലേ. അപ്പം അദ്ദേഹത്തിന് നല്ല സാലറി കൊടുക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പം എന്താണ്? ഇഫ് ദെയർ ഓൺ ഡിസയർ വിൽ സാറ്റിസ്ഫൈ ദേ വിൽ പെർഫോം ബെറ്റർ ആൻഡ് വൈൽ കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ എന്ത് വേണമെങ്കിലും അപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു വാല്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താണെങ്കിലും ആ ഒരു ബിസിനസ്സിന് വേണ്ടി ഫുൾ ടൈം പണിയെടുക്കും അല്ലേ. പണിയെടുക്കുന്ന മാത്രമല്ല നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. മൂന്നാമത്തെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. 100 പേരുടെ കയ്യിൽ നിന്ന് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുന്നതാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഇന്ന കാര്യം ചെയ്യണം ഇന്ന സമയത്ത് ഇത് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണോ നല്ല സുഖം? ഒരാളിൽ നിന്ന് കിട്ടുന്ന അല്ലേ. ഇപ്പം 100 പേരാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 പേരാണെങ്കിൽ പോലും നമ്മൾ ഇന്ന ഒരാൾ പറയും അങ്ങനെ ചെയ്യണം, ഒരാൾ പറയും അങ്ങനെ ചെയ്യേണ്ട വേറെ രീതിയിൽ ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് ആരുടെ ഭാഗത്തു നിന്ന് ആരുടെ കമാൻഡ് കേൾക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. അത് നമ്മുടെ വർക്കിനെ ഡിലേ ആക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. സാധിക്കുമല്ല, ക്വാളിറ്റീനെ ബാധിക്കുകയും ചെയ്യും. ഓക്കെ, സബോർഡിനേറ്റ്
subordinates should get orders and instruction from one superiors only. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് എന്താണ്, ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമായിരിക്കും എന്ത് കിട്ടുന്നത്, ഓർഡർ കിട്ടുന്നത്. എന്നാൽ മാത്രമേ നന്നായിട്ട് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നാലാമത്തെയാണ് അപ്രോപ്രിയേറ്റ് ടെക്നിക്സ്. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്താലായിരിക്കും ഡയറക്റ്റിംഗ് വർക്ക് ആവുന്നത് അല്ലേ. അപ്പം അതിനനുസരിച്ച് ഓരോ രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക. അവരുടെ കേപ്പബിലിറ്റി, അവരുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ അനുസരിച്ച് വേണം ഓരോ ഡയറക്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാനായിട്ട്. മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ. എ ഗുഡ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ across the levels in the organization improves effectiveness of directing അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ വേണം. ആര് എന്ത് എപ്പം എങ്ങനെ ചെയ്യുന്നു എന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഇത് റൺ ചെയ്യും. ആറാമത്തെയാണ് സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ കുറേ പഠിച്ചതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ്റെ കൂടെ തന്നെ രൂപപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഒരു സേഫ് സോൺ, നമ്മുടെ കമ്പനിക്കാർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു ഗ്രൂപ്പിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഡയറക്റ്റിംഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാനേജ്മെന്റ് ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ടു സ്ട്രെങ്തൻ ദി ഒഫീഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പം ആ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ താനെ ആ ഒരു ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് അവിടെ ഒരു ബോണ്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദിസ് വിൽ ഇംപ്രൂവ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. അതായത് ആ ഒരു ഡയറക്റ്റിംഗ് ഫംഗ്ഷനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കും. കാരണം നമ്മളൊരാളായിട്ട് നല്ല ക്ലോസ് ആണെങ്കിൽ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്യും അല്ലേ. അപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മറ്റേ ആൾ സഹായിക്കാനായിട്ട് ചെല്ലും. ആ സഹായിക്കുന്നതിലൂടെ ആ ഒരു കമ്പനിക്കും നേട്ടങ്ങൾ കിട്ടും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെയാണ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. അതായത് ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഗൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ലീഡർഷിപ്പ് ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. മാനേജേഴ്സ് ഷുഡ് എക്സസൈസ് ഗുഡ് ലീഡർഷിപ്പ് ആസ് ഇറ്റ് ഇസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സബോർഡിനേറ്റ് പോസിറ്റീവ്ലി ആൻഡ് ത്രൂ ദിസ് മാനേജർ ക്യാൻ വിൻ കോൺഫിഡൻസ് ഓഫ് ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ നല്ല രീതിയിലൊരു ലീഡർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയോട് ഒരു കോൺഫിഡൻസ് തോന്നും. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്തു തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ആ ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവർ പറയുന്ന എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. എട്ടാമത്തെയാണ് ഫോളോ അപ്പ്. ഒരു കാര്യം ചെയ്തോ എന്ന കാര്യം പലവട്ടം നമ്മുടെ അടുത്ത് ചോദിച്ചു വരത്തില്ലേ, അതിനെയാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ മാനേജർ ഷുഡ് ഫോളോ അപ്പ് ഇറ്റ് ഫോർ എൻഷുറിംഗ് ദി സിസ്റ്റമാറ്റിക് ഇംപ്ലിമെന്റേഷൻ. ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന കാര്യം അറിയാൻ വേണ്ടിയും പിന്നെ ആ കാര്യങ്ങൾ അവർ ഞാൻ ഉദ്ദേശിച്ച പോലെയാണോ ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ മാനേജർ ഷുഡ് മേക്ക് മോഡിഫിക്കേഷൻ ഇഫ് നെസസറി. ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ മോഡിഫിക്കേഷൻസ് വല്ലതും വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലൂടെ അത് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞായിരുന്നു സുമോലിക്കോ എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സുമോലിക്കോ എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ 4 എണ്ണമാണ് നമ്മുടെ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും മേൽനോട്ടം വഹിക്കുന്നു അല്ലേ. എല്ലാ കാര്യങ്ങളും ചെയ്തോ, നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് തന്നെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഫ്രണ്ട്ലി റിലേഷൻ. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടോ എന്ന കാര്യങ്ങൾ വളരെ കൂളായിട്ട് തന്നെ, അല്ലാതെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് റൂൾ ഔട്ട് ചെയ്യുന്നതല്ല. സൂപ്പർവൈസർ മെയിൻറ്റെയിൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് വർക്കേഴ്സ്. നല്ല കമ്പനി ആണെങ്കിൽ അവർ പറയുന്ന സാധനം ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നും. രണ്ടാമത്തെയാണ് ലിങ്ക് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ളൊരു ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. എന്താണ്, സൂപ്പർവൈസർ കൺവേസ് മാനേജ്മെന്റ് ഐഡിയാസ് ടു ദ വർക്കേഴ്സ്. അതായത് മാനേജ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് വർക്കേഴ്സിൻ്റെ അടുത്തല്ല പറയുന്നത്, നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ് സൂപ്പർവൈസേഴ്സ്. അവരിലൂടെയാണ് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. മൂന്നാമത്തെയാണ് മെയിൻറ്റെയിൻ ഗ്രൂപ്പ് യൂണിറ്റി അല്ലെങ്കിൽ ഹാർമണി. അപ്പം നമ്മുടെ നല്ലൊരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പിനെ എല്ലാവരെയും ഒരുപോലെ കാണുകയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നാലാമത്തെയാണ് എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് ദി വർക്ക്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെങ്ങനെ നികത്താം എന്ന കാര്യങ്ങൾ സജഷൻസ് ഒക്കെ തരുന്നത് നമ്മുടെ സൂപ്പർവൈസർ ആയിരിക്കും. അഞ്ചാമത്തെയാണ് ഫെസിലിറ്റേറ്റ് ചേഞ്ചസ്. ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് മോട്ടിവേറ്റിംഗ് ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ലൊരു കിടുക്ക മോട്ടിവേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. മോട്ടിവേറ്റഡ് എംപ്ലോയീസ് think of positive sides of new changes and will cooperate with the management. അപ്പം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് പറയുന്ന അനുസരിച്ച് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ആറാമത്തെയാണ് ensures achievement of organizational goal. Management can accomplish goals effectively by motivating employees to contribute their maximum towards the fulfillment of the assigned task. ഇവിടെ പറയുന്നുണ്ട്
ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യും, അവർ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് മാക്സിമം ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ്റെ അകത്ത് കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, മിസ്സേ എനിക്കൊരു മോട്ടിവേഷൻ വേണം, മിസ്സേ എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എനിക്കൊരു മോട്ടിവേഷൻ താ എന്ന് പറഞ്ഞാൽ എന്താണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസയർ ഗോൾ. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ആഗ്രഹം കാണും, ആ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് ചിലപ്പം ഒറ്റയ്ക്ക് ഇരുന്നാൽ സാധിക്കില്ലായിരിക്കും, വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതോ ചെയ്യുന്നതോ ഒക്കെ കണ്ടാലോ കേട്ടാലോ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യത്തിനെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഒരു വാക്കാണ് മോട്ടീവ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് എൻ ഇന്നർ സ്റ്റേറ്റ് that energize activates and direct behavior towards the goal. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കും അല്ലെ, ചെയ്യണം എന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന്, ഓ നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല, നടക്കത്തില്ല മോളെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു തിളച്ച് വരുന്നൊരു സാധനമില്ലേ, ആ സാധനം, ആ ഒരു ഇന്നർ സ്റ്റേറ്റിനെയാണ് ഇതെന്ന് പറയുന്നത് മോട്ടീവ് എന്ന് പറയുന്നത്. ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മോട്ടീവ് എന്ന് പറയുന്നത്. ചിലപ്പം ഹങ്കർ ആവാം, ചിലപ്പോൾ റെക്കഗ്നീഷൻ, നമുക്ക് ഈ വിശന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് വിശപ്പാണ് അല്ലേ. റെക്കഗ്നീഷൻ ആവാം, സെക്യൂരിറ്റി ആവാം, അഫിലിയേഷൻ ആയിരിക്കാം, കംഫർട്ട് ആയിരിക്കാം, ഇതിനൊക്കെയാണ് മോട്ടീവ് എന്ന് പറയുന്നത്. മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിനെയാണ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലും കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലും കാണും ഒരു മോട്ടിവേറ്റർ വെച്ച്. മോട്ടിവേറ്റർ ഇസ് ദ ടെക്നിക് യൂസ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന വ്യക്തിനെയാണ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. മോട്ടിവേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഇസ് ആൻ ഇന്റേണൽ ഫീലിംഗ് അല്ലെ, അത് ഉള്ളിൽ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. പ്രൊഡ്യൂസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ അല്ലെ, ഒരു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആണ്, ഒരു പർട്ടിക്കുലർ ഗോളിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ മോട്ടിവേഷൻ ഒക്കെ സഹായിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷൻ ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. അത് ഇച്ചിരി കോംപ്ലക്സ് ആണ്, കാരണം ഓരോ ഹ്യൂമനും ഓരോ രീതിയിലാണ് അവരുടെ മോട്ടിവേഷൻ ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞു പോസിറ്റീവ് മോട്ടിവേഷൻ ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇന്ന സാധനം ചെയ്യുവാണെങ്കിൽ ഇന്ന സാധനം തരാം, ഇന്ന കാര്യം ചെയ്യുവാണെങ്കിൽ ഇന്ന സാലറി ഹൈക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. അത് പോസിറ്റീവ് മോട്ടിവേഷൻ ആണ്. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന പണി എടുത്തില്ലെങ്കിൽ നിന്റെ പണി നാളെ പോകും, അല്ലെങ്കിൽ നിനക്ക് സാലറി തരത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിക്കുന്നതിനാണ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ ആണ് നമ്മൾ പഠിച്ചത്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്തെല്ലാം എന്ന് ചോദിക്കും 2 to 3 മാർക്സിന്. അപ്പം അതെൻ്റെ കുഞ്ഞുങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഗിവിങ് ബെറ്റർ പേ, പ്രൊമോഷൻ, റെക്കഗ്നിഷൻ, അസൈനിങ് ഇമ്പോർട്ടൻറ്റ് ജോബ്സ് ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യവും. മോട്ടിവേഷൻ യൂസിങ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻക്രിമെൻറ്റ്സ്, അല്ലെങ്കിൽ കട്ടിങ് ഇൻക്രിമെൻറ്റ്സ് അല്ല, കട്ടിങ് ഇൻക്രിമെൻറ്റ്സ്, സ്കോൾഡിങ്, വഴക്ക് പറയുക, ഡിസ്മിസ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ജോലി കളയുക, അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ കോംപ്ലക്സ് പ്രോസസ് ആണെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ആരെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. വളരെയധികം നമുക്ക് അത് അസസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അടുത്തതാണ് മോട്ടിവേഷൻ പ്രോസസ്സ്. മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ പ്രോസസ്സ് പഠിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ ഓർഡറിൽ തന്നെ എഴുതണം. അതൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അത് ഓർഡറിൽ തന്നെ എഴുതണം. അത് മിസ് ഒരു കഥ പറഞ്ഞു തരാം. മിസ് ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്, എന്നാലും ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും. അപ്പം അവർ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. മോട്ടിവേഷൻ പ്രോസസ്സ് ആദ്യം അൺസാറ്റിസ്ഫൈഡ് നീഡാണ് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചെറുക്കൻ, ഒരു പയ്യൻ, ഓക്കെ, ഇപ്പോൾ ലൈവ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആരുടെയും പേരൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു പയ്യൻ, ആ ആളുടെ മുടിയാണ് കേട്ടോ ഞാൻ വരച്ചത്, ഇച്ചിരി ക്രിയേറ്റീവ് ആയതാ. ഓക്കെ, അപ്പം ഒരു പയ്യൻ, അവനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറഞ്ഞു, ആ ചെറുക്കന് ലൈനുണ്ട്, ആ പെണ്ണിന് ലൈനുണ്ട്. അപ്പോൾ ആ ചെറുക്കന് ഭയങ്കര വിഷമായി. ഓഫ്, ഡാർക്ക്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി, ആ പെണ്ണിന് ലൈനുണ്ട് അല്ലേ. അപ്പോൾ ഭയങ്കര വിഷമായി. അപ്പോൾ അൺസാറ്റിസ്ഫൈഡ് നീഡ്, അവളൊരു നീഡായിരുന്നു, പക്ഷെ അത് അൺസാറ്റിസ്ഫൈ ആയിപ്പോയി. എന്ത് ചെയ്യാം? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചു, ഇല്ല, ഞാൻ വെറുതെ വിടത്തില്ല, ഞാൻ എന്താണെങ്കിലും അവളുടെ അടുത്ത് പോയി പറയും അല്ലേ. കിട്ടി എന്നുള്ള ഇതിൽ ഞാൻ എന്താണെങ്കിലും പോയി പറയും, എൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ നിൽക്കുമ്പോഴും അവന് ടെൻഷനാണ്. ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവൻ നാണം കെടുമോ എന്നുള്ളൊരു ടെൻഷൻ അല്ലേ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓർത്തു, എന്നാലും
അവൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവൾക്ക് ലൈനുള്ള ആ ചെറുക്കൻ ഏതാടാ എന്നുള്ളൊരു ടെൻഷൻ കാരണം അവൻ എന്ത് ചെയ്തു, നേരെ അതിന് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ സെർച്ചിങ് ബിഹേവിയർ നടത്താനായിട്ടുള്ള ഒരു ഡ്രൈവ് അവന് വന്നു അല്ലെ. ആരാണെന്ന് കണ്ടുപിടിക്കണം, അതിനുള്ള ഒരു ചോരത്തിളപ്പും അതുപോലെ തന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ള സെർച്ചിങ് ബിഹേവിയറും അവന് വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താണ്, സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ തോന്നണല്ലോ അവൻ്റെ ഫ്രണ്ട്സ് അവനെ പറ്റിച്ചതാണ്, അവൾക്ക് ലൈനൊന്നുമില്ല, അവൾ സിംഗിൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എന്താണ്, അവൻ എന്ത് ചെയ്തു, എന്താണേലും പോയി പ്രപ്പോസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് വരുന്നു അല്ലേ. അപ്പം അങ്ങനെ അവൻ്റെ ആ ഒരു നീഡ് അവിടെ സാറ്റിസ്ഫൈ ആവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ കുറച്ച് ടെൻഷൻ അടിച്ച് നടന്നായിരുന്നല്ലോ നഹാവൊക്കെ അടിച്ച്, അപ്പം ആ ഒരു സീനും അങ്ങ് മാറി. ഓക്കെ, അതാണ് മോട്ടിവേഷൻ പ്രോസസ്സ്. സിമ്പിൾ അല്ലേ. ആദ്യം അൺസാറ്റിസ്ഫൈഡ് നീഡ്, അവന് വേണമെന്ന് വിചാരിച്ച ആളെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ തന്നെ ഇടുത്തിയിൽ വന്ന് തലേ വന്ന് ഇടുത്തി വീഴുന്ന പോലെ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു അവൾക്ക് ലൈനുണ്ട് പോയി അല്ലേ. അപ്പോൾ അവിടെ പോയി. അന്നേരം അവന് ടെൻഷനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആരടാ, ഇത് ഏതവനാ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡ്രൈവ്. അങ്ങനെ അവൻ സെർച്ചിങ് ബിഹേവിയറിലൂടെ അവൻ എന്ത് കണ്ടുപിടിച്ചു, അങ്ങനെ ഒരാളില്ല അല്ലേ, അവൻ്റെ ഫ്രണ്ട്സ് വെറുതെ പറ്റിച്ചതാണ്. അപ്പം എന്താണ്, നീഡ് സാറ്റിസ്ഫൈഡ്. ഇനി പോയി സന്തോഷത്തോടെ പോയി പ്രപ്പോസ് ചെയ്യാം അല്ലേ. അത് കഴിഞ്ഞപ്പോൾ എന്താണ്, ടെൻഷൻ അങ്ങ് റെഡ്യൂസ് ചെയ്തു, നേരത്തെ അടിച്ച ടെൻഷൻ അങ്ങ് പോയി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ പ്രോസസ്സ്. വളരെ സിമ്പിളായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ലെവൽ. നല്ല രീതിയിൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. സെക്കൻഡ് വൺ, ഡെവലപ്മെന്റ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നതാണ്, ഒയ്യോ അത് മാറി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കുന്നതാണോ പോസിറ്റീവ്? ഓക്കെ, ചേഞ്ചസ് വന്നു, അതിനെന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇരിക്കുന്നതാണോ നല്ലത്? എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലേ. അപ്പം അതുകൊണ്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു വ്യക്തി ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫേമിൽ ജോലി ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലേബർ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ എംപ്ലോയി ആണെന്ന് വെച്ചോ, അപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല, അവിടെ അവർക്ക് വേണ്ട അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള ഇമ്പോർട്ടൻസോ സാലറിയോ ഒന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ആ ജോലി മടുത്തിട്ടിട്ട് പോകും അല്ലേ. അപ്പം ആ ഒരു ഫേമിനെ അനുബന്ധിച്ച് അത് അവർക്കൊരു നഷ്ടമാണ് വരുന്നത്. അതിനെയാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഈ ജോലി പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. അത് നമുക്ക് തടയാനായിട്ട് പറ്റും. എങ്ങനെയാണ്? അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ, നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് അവിടെ കഴിയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പം അവർ വളരെ ലോയൽ ആയിട്ട് തന്നെ ആ ഒരു കമ്പനി വളരണം എന്ന ഉദ്ദേശത്തിൽ തന്നെ അവർ പണിയെടുക്കും. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ബൈ ഐഡന്റിഫൈങ് ആൻഡ് സാറ്റിസ്ഫൈങ് നീഡ്സ് ഓഫ് എംപ്ലോയി, മാനേജർ ക്യാൻ റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. നാലാമത്തെ പോയിന്റ് ആണ് റെഡ്യൂസ് എംപ്ലോയി ആബ്സെന്റിസം. ആൾക്കാർ ഇപ്പം വരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസണാൽ നമ്മുടെ ഓഫീസിലൊക്കെ വരാതിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ആബ്സെന്റിസം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? പ്രോപ്പർ സിസ്റ്റം ഓഫ് മോട്ടിവേഷൻ, നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുക. ബ്രിങ് സാറ്റിസ്ഫാക്ഷൻ ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ടേ പറ്റൂ എന്നുള്ളൊരു മോട്ടിവേഷൻ അല്ല. ഇപ്പം ആബ്സെന്റിസം ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ സാലറി കട്ട് കാര്യം, ഇപ്പം നെഗറ്റീവ് മോട്ടിവേഷനൊക്കെ ഇറക്കുവാണെങ്കിൽ ചിലപ്പം സാധിക്കാനായിട്ടുള്ള കാര്യമേ ഉള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അങ്ങനെ ചെയ്യണം എന്നല്ല. ഇപ്പോൾ ഒത്തിരി ആബ്സെൻ്റ് ആവുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളെ എല്ലാ ഓഫീസിലും ഉള്ളതാണ് സാലറി കട്ടാവും അല്ലേ, നമ്മൾ വരാത്ത ദിവസങ്ങളിൽ സാലറി കട്ടാവും. അപ്പം ആ ദിവസത്തെ പൈസ പോയല്ലോ എന്ന് വിചാരിച്ച് അവർ വരും. അപ്പം ഇവിടെ പറയുന്നത് എംപ്ലോയി ആബ്സെൻറ്റിസം നമുക്ക് മോട്ടിവേഷനിലൂടെ നമുക്ക് പോസിറ്റീവായിട്ടും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം, നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺഫിഡൻസ് ഇൻ സബോർഡിനേറ്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ദ ലോയൽറ്റി ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ആൾക്കാർ മുന്നോട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ വരുവാണെങ്കിൽ അവിടെ അവരുടെ ലോയൽറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, അവർക്ക് ആ ഒരു ഫേമിനോടുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടാനും സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെയാണ് ഫെസിലിറ്റേറ്റ് ചേഞ്ചസ്. ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് മോട്ടിവേറ്റിംഗ് ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ് തിങ്സ് ഓഫ് പോസിറ്റീവ് സൈഡ്സ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഇപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ ഒക്കെ കേസ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റൂൾസ് മാറുക അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ നോ പണി പാളി എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവും അല്ലേ. അറ്റ് ദ സെയിം ടൈം നല്ല ഒരു ടീച്ചർ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അത് സീനൊന്നുമില്ല, ഇപ്പം വന്നിരിക്കുന്ന പുതിയ റൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് നല്ല എളുപ്പമാണ്, നിങ്ങൾക്ക് നന്നായിട്ടത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു
ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ആൾക്കാരിലേക്ക് അത് എത്തിച്ചേരുകയും അവർക്ക് അതിലൂടെ ഇൻസ്പയർഡ് ആയിട്ട് അവർക്ക് നല്ലൊരു ഔട്ട്കം കൊടുക്കാൻ പറ്റുകയും ചെയ്യണം. 6-ാമത്തെയാണ് എൻഷുർ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾ. എന്താണ്? മാനേജ്മെന്റ് ക്യാൻ അക്കംപ്ലിഷ് ഗോൾ effectively by motivating employees to contribute their maximum towards the fulfillment of the assigned task. അതായത് ഓർഗനൈസേഷൻ ഗോൾ അവരെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം കോൺട്രിബ്യൂഷൻ അവർ കൊടുത്ത് അതിലേക്ക് അച്ചീവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഇമ്പോർട്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ നിങ്ങൾ വരയ്ക്കണം. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ച് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ, എസ്റ്റീം, ലവ് ആൻഡ് ബിലോങ്ങിങ്, സേഫ്റ്റി നീഡ്, ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുക. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മിസ് പറഞ്ഞുതരാം. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ ബേസിക് നീഡാണ്. അതായത് ഇപ്പം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യന് എനിക്ക് ഇച്ചിരി ഫുഡോ വെള്ളമോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി എന്നായിരിക്കും അവരുടെ ആഗ്രഹം, അല്ലെ? ഇപ്പോൾ ഒരു ജോലിയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ കാണത്തുള്ളൂ, അല്ലെ? അപ്പം അതിനെയാണ് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ബേസിക് നീഡ് എന്ന് പറയുന്നത്. 2-ാമത്തെയാണ് സേഫ്റ്റി നീഡ്. ഓക്കെ, സേഫ്റ്റി നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജോലി ഒന്നും ഉറപ്പുള്ള ജോലിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരില്ലേ, അതിനാണ് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ് എന്ന് പറയുന്നത്. അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്ങിങ് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അവിടെ ഉറപ്പായിട്ടുള്ള ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, അവിടെ നല്ല ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നല്ലൊരു ഇൻഫോർമൽ ഗ്രൂപ്പൊക്കെ ആയിട്ട് നല്ല കമ്പനിയൊക്കെ ആവുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു തോട്ട് വരും. 4-ാമത്തെയാണ് എസ്റ്റീം നീഡ്. ഇപ്പോൾ ഉള്ള ജോലിനേക്കാളും ഇച്ചിരി കൂടെ കൂടുതൽ പദവി കിട്ടിയായിരുന്നെങ്കിൽ നല്ലായിരുന്നു, ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യും, എന്നെ വലുതായിട്ട് കാണും എന്നുള്ളൊരു ഫീലിംഗ് വന്ന അതിനെയാണ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. 5-ാമത്തെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് ആ വ്യക്തിക്ക് എത്താൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവലിൽ എത്തുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ കണ്ടല്ലോ. ഇനി അതിന്റെ അസംഷൻസ് തന്നിട്ടുണ്ട്, ഒരു 4 ഉള്ളൂ, അത് ജസ്റ്റ് പഠിച്ചു. ചിലപ്പം 2 മാർക്സിന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കും. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി 5 മാർക്സിന് ഒരു ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ, പീപ്പിൾസ് ബിഹേവിയർ ബേസ്ഡ് ഓൺ ദ നീഡ്സ്. അവരുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും അവരുടെ ബിഹേവിയർ വരുന്നത്. ഓക്കെ, പീപ്പിൾസ് നീഡ്സ് ആർ ഇൻ ഹൈറാർക്കിയൽ ഓർഡർ. നീഡ് എപ്പോഴും ഹൈറാർക്കിയൽ ഓർഡറിലായിരിക്കും. ഒന്നുമില്ലാത്തവർ ആദ്യമേ ചെന്ന് എല്ലാം ആവണം എന്ന് വിചാരിച്ചാണോ? അല്ല, ഓരോ ഘട്ടമായിട്ടാണ് വരുന്നത്, അല്ലെ? സാറ്റിസ്ഫൈഡ് നീഡ് ക്യാൻ നോ ലോങ്ങർ മോട്ടിവേറ്റ് ദാറ്റ് പേഴ്സൺ. അല്ലെ, ഒരു വ്യക്തിനെ ഓൾറെഡി മോട്ടിവേറ്റ് ചെയ്ത ഒരു സാധനം പിന്നീടും ഒന്നുകൂടെ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. A person moves to the next higher level of the hierarchy only when the lower need is satisfied. ആദ്യത്തെ ആ ഒരു ലെവൽ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ലെവലിലോട്ട് അദ്ദേഹത്തിന് കയറാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോലി ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിനാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി മീൻസിൽ നമുക്ക് കയ്യിൽ കിട്ടും. പേ ആൻഡ് അലവൻസ്, പ്രൊഡക്ടിവിറ്റി, ഇത് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്സിന് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടേ പോകാവുള്ളൂ. ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, കോ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, പെർക്വിസിറ്റ്സ്, ഇതിനെയൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി ബേസിലല്ല, പക്ഷെ നമുക്കൊരു ഗെയിൻ കിട്ടുന്നുണ്ട്. എന്താണ്? സ്റ്റേറ്റസ് ഉണ്ട്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ജോബ് എൻറിച്ച്മെന്റ്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല വലിയൊരു പദവിയിലോട്ട് കയറുന്നു. എംപ്ലോയർ റെക്കഗ്നിഷൻ പ്രോഗ്രാംസ്, അതായത് നമ്മൾ എംപ്ലോയി ഓഫ് ദ മന്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ മാസത്തെ എംപ്ലോയി ഓഫ് ദ മന്ത് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ നടത്തത്തില്ലേ? അപ്പം അതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എന്നെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരും. ജോബ് സെക്യൂരിറ്റി ഉണ്ട്, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എംപ്ലോയി എംപവർമെന്റ് ഉണ്ട്. ഇതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് വരുന്നത്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു 3 പോയിന്റെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു നെയിം 2 ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് ചോദിച്ച് 2 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാർക്ക് 2 എഴുതുന്നതിന് അര വെച്ച് 1 മാർക്ക് എന്ന രീതിയിൽ അവർ മാർക്കിംഗ് ചെയ്യും. അതുകൊണ്ട് 4 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റെങ്കിലും മിനിമം ഓരോന്നിൻ്റെയും പഠിച്ചു വെക്കുക. കൈൻഡ്സ് ഓഫ് ഇൻസെന്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഓൾ മെഷേഴ്സ് വിച്ച് ആർ യൂസ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ടു ഇംപ്രൂവ് പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർക്വിസിറ്റ്സ് ആയിക്കോട്ടെ, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവിൻ്റെ ആ കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതെന്താണെന്നുള്ളത് ചോദിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ വരുന്നതാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീഡർഷിപ്പ് ഇസ് ദി ആർട്ട് ഓഫ് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ സോ ദാറ്റ് ദേ വിൽ സ്ട്രൈവ് വില്ലിംഗ്ലി ആൻഡ് എൻതൂസിയാസ്റ്റിക്കലി ടുവേർഡ്സ് അച്ചീവിംഗ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. അതായത് ഒരു വ്യക്തി നമുക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഭയങ്കര സുഖം അല്ലേ? കാരണം അവർ പറയുന്ന അതിനനുസരിച്ച് നമ്മളങ്ങ് ചെയ്താൽ മതി. അതിനെയാണ് ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഹി ഹാസ് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, അല്ലെ? ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അവർ ആ വ്യക്തി പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, അല്ലെ? നമ്മൾ പല ലീഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നീ റോൾ നമ്പർ വൈസ് ആയിരിക്കും ലീഡേഴ്സ്. മിസ്സിൻ്റെ ഒക്കെ സ്കൂൾ ജീവിതത്തിൽ റോൾ നമ്പർ വൈസ് ഒക്കെ ലീഡേഴ്സിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം
ചില ലീഡേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല നല്ല രസമാണ്. അവർ ചിലപ്പം ഫ്രീ പീരീഡിനൊക്കെ നൈസായിട്ട് പോയി ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ചെക്ക് PT അവേഴ്സൊക്കെ വാങ്ങിച്ച് തരാറുണ്ട്. ചില ലീഡേഴ്സ് എന്ന് പറയുന്ന പഠിപ്പികളാണെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിനെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ പല പല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ആരാണ് നല്ല ലീഡർ. അപ്പം നമുക്കറിയാം ചില ആൾക്കാർ എല്ലാവരെയും കൺസിഡർ ചെയ്യത്തില്ല, പാർഷ്യാലിറ്റി ഒക്കെ കാണും. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തികളെ ഒരിക്കലും നല്ലൊരു ലീഡർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. അതായത് അവരുടെ കൂടെയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കണം. ലീഡർഷിപ്പ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ള ആൾക്കാരുടെ ഒരു ബിഹേവിയർ ചേഞ്ചിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തെറ്റാണെങ്കിൽ അത് മാറ്റാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റണം. ലീഡർഷിപ്പ് റെപ്രസെന്റ് ഇന്റർ പേഴ്സണൽ റിലേഷൻ ബിറ്റ്വീൻ ലീഡർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. അതായത് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവർ തമ്മിലൊരു ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. അതായത് നല്ലൊരു ചില ലീഡേഴ്സൊക്കെ നല്ല രീതിയിൽ നമ്മളെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവരെന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് തോന്നും അല്ലേ. അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു ലീഡർ ആവണം. ലീഡർഷിപ്പ് എയിം ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കും ലീഡർഷിപ്പ് എപ്പോഴും എയിം ചെയ്യുന്നത്. ലീഡർഷിപ്പ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇന്ന് ഞാൻ ലീഡർഷിപ്പ് ചെയ്തു, നാളെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാണോ? അല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ലീഡർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ്? ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ക്രിയേറ്റ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസിന് ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. എന്തെങ്കിലും പ്രശ്നം പറ്റിയ ഇന്ന ആളുണ്ട്, അല്ലെങ്കിൽ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ഒരാളുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ വരും. ഹി പ്രൊവൈഡ്സ് നെസസറി സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് അല്ലെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സപ്പോർട്ട് അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കും. ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് അല്ലെ, പുതിയ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച് ബൈ ക്ലാരിഫൈങ് നീഡ്സ്. ഒന്നാമത് ഇപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റം വരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മാറി, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൊടുക്കാനും സാധിക്കും. ഹാൻഡിൽസ് കോൺഫ്ലിക്ട്സ്. നമ്മുടെ എല്ലായിടത്തും ഉള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ അല്ലേ. ഏതൊരു ബിസിനസ് ഫേമിലാണെങ്കിലും അങ്ങനെ ഒരു ക്ലാഷസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ലീഡറിനെ കൊണ്ട് സഹായിക്കും. പ്രൊവൈഡ്സ് ട്രെയിനിങ്. നമുക്ക് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ലീഡർ നമ്മളെ ട്രെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, യെസ്, ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തതാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പോൾ പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം പല ടൈപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർ. ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങളൊന്നും പറയണ്ട അല്ലേ, കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയത്തില്ലേ, ആ സ്കീമാണ്. അപ്പോൾ അതിനെയാണ് ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റ് ലീഡർ. ഇവിടെ പറയുന്നുണ്ട് ഹി ഡെവലപ്സ് ആക്ഷൻ പ്ലാൻസ് ആൻഡ് മേക്ക് ഡിസിഷൻ ഇൻ കൺസൾട്ടിങ് വിത്ത് സബോർഡിനേറ്റ്സിനോട് ചോദിക്കും, ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റ് ലീഡർ എന്ന് പറയുന്നത്. മറ്റുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്യും. മൂന്നാമത്തെയാണ് ലേസീസ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർ എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റൈൽ ഓൾ ദ റൈറ്റ്സ് ഓഫ് പവർ ടു മേക്ക് ഡിസിഷൻ ഇസ് ഫുള്ളി ഗിവൺ ടു ദ വർക്കേഴ്സ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു വിടുന്നത് തന്നെയാണ് ലേസീസ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലീഡറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇനി ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ലീഡർ ഉണ്ട്. ഫസ്റ്റ് വൺ ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് കാണാനൊരു ഇച്ചിരി നല്ല, നമ്മൾ കാണുമ്പോൾ ഓ ഹി ഈസ് വെരി സ്മാർട്ട് അല്ലെങ്കിൽ ഷീ ഈസ് വെരി സ്മാർട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരു സ്മാർട്ട് ലുക്ക് വേണം. പിന്നെന്താണ്, ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറയുന്നതിൻ്റെ കൂടെ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെയാണ് നോളജ്. എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനായിക്കോട്ടെ, എന്ത് വന്ന് ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറിവുള്ള വ്യക്തിയായിരിക്കണം. ഇന്റഗ്രിറ്റി. എ ഗുഡ് ലീഡർ ഷുഡ് പ്രോസസ് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി അല്ലെ. ഓണസ്റ്റ് ആയിട്ട് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടിയ പോലെ പറയണം. നാലാമത്തെയാണ് ഇനിഷ്യേറ്റീവ്. എല്ലാവർക്കും അങ്ങനെ ഒരു കഴിവില്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പം നിങ്ങളുടെ കൂടെ ആരെങ്കിലും കാണും, ആരും ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ മിസ്സേ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരാൾ, അദ്ദേഹം ഒരു ഗുഡ് ലീഡർ ആയിരിക്കും. കാരണം ബാക്കി ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗുഡ് ലീഡർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു കാര്യം സ്വന്തം ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ എടുത്തൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ മൈൻഡുള്ള ഒരാൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അഞ്ചാമത്തെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഞാനൊരു അടിപൊളി ലീഡറാണ്, പക്ഷെ ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ ഇൻട്രോവേർട്ടായിട്ട് മാറി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ അല്ലേ. പിന്നെ മോട്ടിവേഷൻ സ്കിൽ അല്ലേ, മറ്റൊരാൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഫോർ ദാറ്റ് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ്. അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക അല്ലേ. അപ്പം എല്ലാവരുടെ അടുത്തും പോയി ഒരേ രീതിയിൽ മോട്ടിവേഷൻ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവർ കേൾക്കും, ചിലവർ കേൾക്കില്ല അല്ലേ. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അതുപോലെ ഇരിക്കും. അപ്പം ആൾക്കാരുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ നീഡ്സിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടിവേഷൻ കൊടുക്കുന്നത്. സെൽഫ് കോൺഫിഡൻസ് അല്ലേ. ആ ഒരു ലീഡറിന് സ്വന്തമായ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാനൊരു നല്ല ലീഡർ ആണെന്നുള്ളൊരു ഫീലിംഗ്
ഫീലിംഗ് അദ്ദേഹത്തിന് വേണം. Decisiveness എന്ന് പറഞ്ഞാൽ എന്താണ്? A leader should have sound judgment and decisive while managing the work. He should be firm in his stand. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ പറയും രണ്ട് വള്ളത്തിലും കാല് കുത്തി നിൽക്കുന്ന ഒരാൾ, അതായത് നമുക്കിപ്പോൾ വരച്ചു നോക്കാം അതെങ്ങനെ ഇരിക്കും. ഞാൻ ഇതുവരെ അത് വരച്ചു നോക്കിയിട്ടില്ല. ഒരു രണ്ട് വള്ളത്തിലും കാല് കുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സ്കീം നമ്മൾ ഇറക്കാറുണ്ടല്ലേ. അപ്പം ഈ ലീഡർ എന്ന് പറയുന്ന ഈ വ്യക്തി രണ്ട് വള്ളത്തിലും കൂടെ ഇങ്ങനെ കാല് വെച്ചിരിക്കുന്ന പോലത്തെ സ്കീം ഇറക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്താണ്? സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ അറിയാത്ത വ്യക്തി എന്ന് നമ്മൾ പറയാം അല്ലെ. അപ്പം അങ്ങനെ പറയുന്ന വ്യക്തികൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. സ്വന്തമായ ഒരു സ്റ്റാൻഡ് വേണം. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ മാറത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യും എന്നുള്ളൊരു രീതിയിൽ വേണം നിൽക്കാൻ. 9ാമത്തെയാണ് സോഷ്യൽ സ്കിൽ. ഹി ഷുഡ് ബി അല്ലെങ്കിൽ ഷീ ഷുഡ് ബി സോഷ്യലബിളി ഫ്രണ്ട്ലി വിത്ത് ഹിസ് കൊളീഗ്സ് ആൻഡ് ഫോളോവേഴ്സ്. അല്ലെ, കൂടെയുള്ള അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നല്ല കമ്പനി ആയിരിക്കണം. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, പിന്നെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ വരുമ്പോൾ ഈ ഒരു ഡയഗ്രാം എൻ്റെ കുഞ്ഞുങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇതിൻ്റെ അകത്ത് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സെൻറ്റർ ആണ്, അതായത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ചിലപ്പം 1 മാർക്ക് 2 മാർക്കിനൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു 3 മാർക്സിനൊക്കെ കണ്ടു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് ലൈവ് പോയതിൻ്റെ അകത്ത് നമ്മുടെ മിന്നൽ മാരത്തോണിൻ്റെ അകത്ത് മിസ് സ്പെഷ്യലി മെൻഷൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എന്താണ് ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ട് പോകുക, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഡയഗ്രാം പഠിച്ചിട്ട് പോകുക എന്നുള്ളത്. സെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്ന ഫ്രെയിം ചെയ്യുന്ന വ്യക്തി. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പറയാനുള്ള എല്ലാ സബ്ജക്ട് മാറ്ററിലും ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് മെസ്സേജ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് മെസ്സേജ് ഇൻ ടു വേർഡ്സ്, പിക്ചേഴ്സ്, ജസ്റ്റേഴ്സ് എക്സെട്ര അല്ലേ. അതായത് പറയാനുള്ള സാധനം നമ്മൾ വാക്കുകളും അല്ലെങ്കിൽ ഇമോജീസ് ഒക്കെ വെച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. മീഡിയ എന്ന് പറയുന്നത് നമ്മൾ എന്തിലൂടെയാണ് അത് അയച്ചു കൊടുക്കുന്നത്? കത്തിലൂടെയാണോ, വാട്സാപ്പിലൂടെയാണോ, മെയിലിലൂടെയാണോ, ഏത് രീതിയിലാണെന്നുള്ള കാര്യമാണ്. ലെറ്റർ, ഫോൺ കോൾ, TV എക്സെട്ര. ഓക്കെ, അതാണ് മീഡിയ വരുന്നത്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എൻകോഡഡ് സിംബിൾസ് ബൈ ദ റിസീവർ ഫോർ ദ പർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. എൻകോഡ് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത ആ മെസ്സേജ് ആ മനസ്സിൽ അതായത് കിട്ടിയ ആ വ്യക്തിക്ക് മനസ്സിലായ രീതിയിൽ മാറ്റുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. 6ാമത്തെയാണ് റിസീവർ. ഈ ഡീകോഡ് ചെയ്ത ആ വ്യക്തി, അതായത് കിട്ടിയ ആ വ്യക്തിനെയാണ് റിസീവർ എന്ന് പറയുന്നത്, പേഴ്സൺ ഹു റിസീവ്സ് ദ മെസ്സേജ്. 7ാമത്തെയാണ് ഫീഡ്ബാക്ക്. ഇതൊക്കെ കേട്ട് മനസ്സിലായി എന്താണ് മറ്റേ ആൾ ഉദ്ദേശിച്ചത് എന്ന കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കും അല്ലേ. ചില സ്റ്റിക്കറൊക്കെ അയച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ സ്റ്റിക്കർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും, അതിനൊത്തൊരു സ്റ്റിക്കർ നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലേ. അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. 8ാമത്തെയാണ് നോയ്സ്. ഇറ്റ് മീൻസ് ആൻ ഒബ്സ്ട്രക്ഷൻ ഓർ ഹിൻഡ്രൻസ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഹിൻഡ്രൻസ് വരാം അല്ലേ. ലെറ്റർ ആണെങ്കിൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ കറങ്ങി തിരിഞ്ഞായിരിക്കും ചെല്ലുന്നത്. ചിലപ്പോൾ വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് സെൻഡ് ആവാറില്ല അല്ലേ. അങ്ങനത്തെ തടസ്സങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ വരുന്നതിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ? കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ബേസിസ് ഓഫ് കോർഡിനേഷൻ. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബ്രിങ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കോപ്പറേഷൻ ആൻഡ് ഹാർമണി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാന്ന് പറഞ്ഞാലും നമുക്ക് ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. 2ാമത്തെയാണ് ഹെൽപ്സ് ഇൻ സ്മൂത്ത് വർക്കിംഗ് അല്ലെ. ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്ത് കാര്യമാണ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരുടെ കൂടെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ എവിഡൻ്റ് ആക്കുവാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് നടക്കും. 3ാമത്തെയാണ് ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് നീഡ്സ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. 4ാമത്തെയാണ് ഇൻക്രീസ് മാനേജീരിയൽ എഫിഷ്യൻസി. എന്താണ് കമ്മ്യൂണിക്കേഷൻ? വെട്ടിയിട്ടതല്ല കേട്ടോ, അറിയാതെ കൈകൊണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ എസെൻഷ്യൽ ഫോർ effective performance of managerial functions. Managers convey goal, issue instructions and guide subordinates and evaluate work performance through communication. കമ്മ്യൂണിക്കേഷനിലൂടെ അവരെന്താണ് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഗോൾ എന്താണ്, എന്താണെന്നുള്ള കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. 5ാമത്തെയാണ് promotes cooperations and industrial peace. അതായത് two-way communication process, mutual understanding and cooperation between management and workers. ഓക്കെ, മാനേജ്മെന്റ് ആയിട്ടും വർക്കേഴ്സ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ഒരു ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. ഇറ്റ് ലീഡ്സ് ടു ഗുഡ് എംപ്ലോയർ റിലേഷൻ ആൻഡ് പീസ്ഫുൾ ഇൻഡസ്ട്രി. അപ്പം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുവാണെങ്കിൽ അത് two-way കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ആ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 6ാമത്തെയാണ് എസ്റ്റാബ്ലിഷ് എഫക്റ്റീവ് leadership. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബേസിസ് ഓഫ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. എ ലീഡർ ക്യാൻ എക്സസൈസ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓവർ ഹിസ് ഫോളോവേഴ്സ് ത്രൂ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ട്
ആൾക്കാരിലേക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഏഴാമത്തെയാണ് ബൂസ്റ്റ് മോറൽ ആൻഡ് മോട്ടിവേഷൻ. മൊറയിൽ ആൻഡ് മോട്ടിവേഷൻ ഇവിടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻ എഫക്റ്റീവ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ എനേബിൾ മാനേജർ ടു ബൂസ്റ്റ് ദ മോട്ടിവേഷൻ ആൻഡ് മൊറയിൽ ഓഫ് ദി എംപ്ലോയി, അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് അവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിലൂടെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്ന ഒരു ഫസ്റ്റ് വൺ ആണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ refers to the communication transmitted to the officially established chain of command in the organization structure. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോകേണ്ടത്. ചിലപ്പം ഇപ്പം ലോവർ ലെവലിലുള്ള ആൾക്കാർ, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് അവരുടെ തൊട്ട് മുകളിലുള്ള സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ്, അല്ലെങ്കിൽ ആ സൂപ്പർവൈസേഴ്സ് ചെന്ന് അതിൻ്റെ അടുത്ത ലെവലിലുള്ള ആൾക്കാരോട് പറഞ്ഞ്, അവർ അതിൻ്റെ അടുത്ത ലെവലിലുള്ള ആൾക്കാരോട് പറഞ്ഞ്, അങ്ങനെ ആയിരിക്കും അവരവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ലോവർ ലെവലിലുള്ള ആൾ നേരെ ചെന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി സ്ട്രക്ചേർഡ് ആണ്. അതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മേ ബി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ. വെർട്ടിക്കലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഡൗൺവേർഡ് ആൻഡ് അപ്വേർഡ്. അപ്പോൾ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്വേർഡും ഉണ്ട് ഡൗൺവേർഡും ഉണ്ട്. അപ്പോൾ വെർട്ടിക്കൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയേഴ്സ്, മേളിൽ നിന്ന് താഴോട്ട്, ഡൗൺവേർഡ് താഴോട്ടല്ലേ, അപ്പോൾ മേളിൽ നിന്ന് താഴോട്ട് വരുന്ന ഓർക്കുക. സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് പോകുന്നു. അതായത് അവരുടെ പ്ലാൻസ് ആയിക്കോട്ടെ, റൂൾസ് ആയിക്കോട്ടെ, ഓർഡേഴ്സ് ആയിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് താഴത്തെ ലെവൽ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേന്ന് മുകളിലോട്ട്, അതായത് താഴത്തെ ലെവലിൽ ഇരിക്കുന്ന സബോർഡിനേറ്റ്സ് മുകളിലത്തെ ലെവലിൽ ഇരിക്കുന്ന സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്ത് സജഷൻസ്, റിക്വസ്റ്റ്, അപ്പീല് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെയാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഡൗൺ ഫ്ലോ ഉണ്ട്, ഫ്ലോസ് ഡൗൺവേർഡും ഉണ്ട്, അപ്വേർഡും ഉണ്ട്. അപ്പം ഡൗൺവേർഡ് എന്ന് പറയുന്നത് സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് വരുന്നു. അപ്വേർഡ് എന്ന് പറയുന്നത് സബോർഡിനേറ്റിൽ നിന്ന് സുപ്പീരിയറിലേക്ക് പോകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? ഓർ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടും. ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ പേഴ്സൺ ഓർ ഡിപ്പാർട്ട്മെന്റ് അറ്റ് ദ സെയിം ലെവൽസ് ഓഫ് അതോറിറ്റി. അതായത് പല ഡിപ്പാർട്ട്മെന്റ്സിൽ, അതായത് സെയിം അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ഒന്നിച്ച് വന്നിരുന്നുള്ള കമ്മ്യൂണിക്കേഷനാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ മാനേജറും മാർക്കറ്റിംഗ് മാനേജറും ഒക്കെ ഒന്നിച്ചിരുന്ന, അല്ലെങ്കിൽ സെയിൽസ് മാനേജറൊക്കെ ഒന്നിച്ചിരുന്ന് അവർ ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു മാനേജേഴ്സ് ഓഫ് ഈക്വൽ റാങ്ക്. ഈക്വൽ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സംഭവം പഠിക്കാതെ പോകരുത്. ചിലപ്പോൾ നിങ്ങളോട് ഡയഗ്രാം വരയ്ക്കാനായിരിക്കും പറയുന്നത്, ചിലപ്പം ഓരോ 2 മാർക്സിനോ 1 മാർക്കിനോ ഉള്ള ചോദ്യമായിരിക്കും. എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡയഗ്രാമും കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് വൺ ആണ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ ഫോർമലിന്റെ കേസിൽ വരുന്നത്. ഫസ്റ്റ് വൺ സിംഗിൾ ചെയിൻ ആണ്. സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ചെയിൻ, അല്ലെങ്കിൽ സിംഗിൾ ചെയിൻ എന്നറിയപ്പെടുന്നത്. ഒരൊറ്റ ഓർഡറിലായിരിക്കും ഇരിക്കുന്നത്. ദിസ് നെറ്റ്വർക്ക് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്. സുപ്പീരിയറും സബോർഡിനേറ്റിലും തമ്മിലായിരിക്കും ഇത് നിൽക്കുന്നത്. കണ്ട ഒറ്റ ഒരു ലെവലിലായിരിക്കും, ഇങ്ങനെ ഓർഡറിൽ അടുങ്ങിയായിരിക്കും സംഭവം വരുന്നത്. പടത്തിന്റെ ആ ഒരു രീതി ഓർത്തു വെക്കുക. രണ്ടാമത്തെയാണ് വീൽ. ഓൾ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ത്രൂ വൺ സെൻട്രൽ പേഴ്സൺ. അതായത് സുപ്പീരിയറിൽ നിന്നായിരിക്കും കമ്മ്യൂണിക്കേഷൻ എല്ലാം ഫ്ലോ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്. അതിന് സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ സുപ്പീരിയർ എന്നറിയപ്പെടുന്നത്. ഈ ഒരു വ്യക്തിയിൽ നിന്നേ ബാക്കി സബോർഡിനേറ്റ്സിലേക്ക് ഇൻഫർമേഷൻസ് ക്യാരി ഓൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, അടുത്തതാണ് സർക്കുലർ. ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് അഡ്ജോയിനിങ് 2 persons. അതായത് സി എന്ന് പറയുന്ന വ്യക്തിക്ക് ബിയോടും ഡിയോടും ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് സിയോടും ഇയോടും ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനെയാണ് സർക്കുലർ എന്ന് പറയുന്നത്. ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് അഡ്ജോയിനിങ് 2 persons. അടുത്തതാണ് ഫ്രീ ഫ്ലോ. വളരെ സുഖമുള്ള സംഭവമാണ്. ആരോട് വേണമെങ്കിലും സംസാരിക്കാം. എനോടോ ബിയോടോ ഡിയോടോ സിയോടോ ആരോട് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അപ്പം അവസാനം വരുമ്പോൾ ഒരു സ്റ്റാർ എന്ന രൂപത്തിലായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, ഇതാ ഇങ്ങനെ ആയിരിക്കും ഡയഗ്രാം ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് ഇൻവേർട്ടഡ് വി. ഇൻവേർട്ടഡ് വി ഇങ്ങനെ ഇരിക്കും. അതായത് ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ. ഇതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവത്തിൻ്റെ കഥ പറഞ്ഞുതരാം. ഇപ്പം ഈ 2 പേരെന്ന് പറയുന്നത് സുപ്പീരിയേഴ്സ് അല്ല, ഒന്നൂടെ വരയ്ക്കട്ടെ. യെസ്, ഓക്കെ. ഈ 3 പേരെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ 2 ആൾക്കാരെ സബോർഡിനേറ്റ്സിൻ്റെ
ഇത് സബോർഡിനേറ്റ്സ് ആണ്. സബോർഡിനേറ്റ്സിന്റെ സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന, അതായത് ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ വ്യക്തിനെ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഹെഡ് ആയിട്ടിരിക്കുന്ന ഈ വ്യക്തിക്കും ഒരു സുപ്പീരിയർ ഉണ്ട്. ആരാണ്? ഒരു ഹെഡ് ഉണ്ട്. ഈ ഹെഡിനും ഒരു ഹെഡ് ഉണ്ട്. അപ്പം ഈ വ്യക്തിനെ അവൈലബിൾ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ വ്യക്തിയുടെ ഹെഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇൻ ദിസ് നെറ്റ്വർക്ക് എ സബോർഡിനേറ്റ് ഇസ് അലൗഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് ഇമീഡിയറ്റ് സുപ്പീരിയർ ആസ് വെൽ ആസ് ഹിസ് സുപ്പീരിയർ. അതായത് പറയുന്നുണ്ട് ഇമീഡിയറ്റ് സുപ്പീരിയർ ആയിട്ടോ അല്ലെങ്കിൽ സുപ്പീരിയറിന്റെ സുപ്പീരിയർ ആയിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇഫ് മറ്റേ നേരത്തെ അവരുടെ സുപ്പീരിയർ അവൈലബിൾ അല്ലെങ്കിൽ. അതിനെയാണ് ഇൻവേർട്ടഡ് വി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഫോളോയിങ് ദ ഫോർമൽ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഹൈറാർക്കി ലെവലോ കാര്യങ്ങളോ ഓർഡറോ ഒന്നുമില്ല. ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അതിനെയാണ് ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമൽ നെറ്റ്വർക്ക്, ഫോർമൽ നെറ്റ്വർക്കിൽ വന്നതാണ് നമ്മൾ നേരത്തെ കണ്ട കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, സിംഗിൾ ചെയിൻ, വീല്, സർക്കുലർ, മറ്റേ ഇൻവേർട്ടഡ് വി, ഫ്രീ ഫ്ലോ ഒക്കെ. ഇനി വരുന്ന ഗ്രേപ്പ് വൈനിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങളാണ് ഗോസിപ്പ്, സിംഗിൾ സ്റ്റാൻഡ് പ്രോബബിലിറ്റി, ക്ലസ്റ്റർ. ഇപ്പോൾ ഗോസിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓടി നടന്ന് നാട്ടുകാരെ എല്ലാം അറിയിക്കും അല്ലെ, അതിനെയാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആള് പലരുടെ അടുത്ത് എന്ന് പറയും, ആ പലരും പലരുടെ അടുത്ത് എന്ന് പറയും, അതിനെയാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സിംഗിൾ സ്റ്റാൻഡ്. ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ടു ദി അതറിന് ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, അപ്പം ചെയിൻ പോലെ ആയിരിക്കും ഇത് പോകുന്നത്. അടുത്തതാണ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ്സ് റാൻഡംലി വിത്ത് അനദർ ഇൻഡിവിജ്വൽ. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജും എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ലാസ്റ്റ് വൺ ആണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് മാത്രം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ചുറ്റും ആൾക്കാരൊക്കെ കാണും, പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. ഇനിയും വരുന്നതാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം തടസ്സങ്ങൾ വരുന്നു, അതിനെയാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സെമാന്റിക് ബാരിയേഴ്സ് ഉണ്ട്. എന്താണ് സെമാന്റിക് ബാരിയേഴ്സ്? സെമാന്റിക് ബാരിയേഴ്സ് ആർ കൺസേൺ വിത്ത് പ്രോബ്ലംസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻസ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഓഫ് മെസ്സേജ് ഇൻ ടു വേർഡ്സ് ഓർ ഇംപ്രഷൻ. അതായത് നോർമലി സച്ച് ബാരിയർ റിസൾട്ട് ഓൺ അക്കൗണ്ട് ഓഫ് യൂസ് ഓഫ് റോങ് വേർഡ്സ്. അതായത് തെറ്റായ വാക്കുകളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കത്തില്ലേ, അതിനെയാണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ യൂസ് ചെയ്ത വാക്കുകളോ സിമ്പിൾസ് ഒക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ ബാഡ്ലി എക്സ്പ്രസ് മെസ്സേജ് അല്ലെ. ഫസ്റ്റ് വൺ അത് മെസ്സേജ് അവർ ഉദ്ദേശിച്ച രീതിയിൽ വൊക്കാബുലറിയോ അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ ഇൻകറക്റ്റ് ആണെങ്കിൽ ആ ഒരു മെസ്സേജ് എത്തേണ്ട പോലെ എത്തത്തില്ല. രണ്ടാമത്തെയാണ് സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ് അല്ലെ. ചിലപ്പം ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഇപ്പം ആണോ എന്ന് പറഞ്ഞ് നമുക്ക് ആണോ, മറ്റേ സാധനം ആണോ ഇച്ചിരി കലിപ്പിലിടുന്നതും രണ്ടും എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല അല്ലെ. മൂന്നാമത്തെയാണ് ഫോൾട്ടി ട്രാൻസ്ലേഷൻ. ഇൻസ്റ്റഗ്രാം എടുക്കുന്ന സമയത്തെ നമ്മൾ ചില വേറെ ഈ ഹിന്ദി ഭാഷയിലൊക്കെ ഉള്ള കമൻസ് ഒക്കെ കാണുവാണെങ്കിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന താഴെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളൂ. ആ ഓപ്ഷനിൽ നമ്മൾ ഞെക്കുവാണെങ്കിൽ നമ്മൾ ആ എഴുതിയിരിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സാധനമായിരിക്കും ചിലപ്പം വരുന്നത്. ഓക്കെ, ചില സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഫോൾട്ടി ട്രാൻസ്ലേഷൻ ചിലപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിരിക്കും, പക്ഷെ അതൊരു നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഭാഷയിലോട്ട് മലയാളത്തിലോട്ടോ ഇംഗ്ലീഷിലോട്ടോ മാറ്റുമ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഫോൾട്ടി ട്രാൻസ്ലേഷൻ ഒരു ബാരിയർ ആണ്. നാലാമത്തെ അൺക്ലാരിഫൈഡ് അസംഷൻസ്. വെൻ ദ സെൻഡർ ഡസ് നോട്ട് മേക്ക് ഇറ്റ് അസംഷൻ ക്ലിയർ. അതായത് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പ്രോപ്പറായിട്ട് പറഞ്ഞില്ലെങ്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാവത്തില്ല. ഫിഫ്ത്ത് വൺ ടെക്നിക്കൽ ജാർഗൻസ്. ടെക്നിക്കൽ ജാർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെക്നിക്കൽ ടേംസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് കൊമേഴ്സ് പഠിക്കുന്ന ഞാൻ ഇൻടാൻജിബിലിറ്റി അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്സ് പഠിക്കാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ അവർ പറയും അവൻ ഷോയാണ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ഇവൻ സംസാരിക്കുന്നൊന്നും നമുക്ക് മനസ്സിലാവാറില്ല എന്ന് പറയും അല്ലേ. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. കോമൺ മാൻ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് സച്ച് ടെക്നിക്കൽ വേർഡ്സ്. വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലിറ്ററസി റേറ്റ് ഒക്കെ കുറഞ്ഞ ആൾക്കാർക്കൊന്നും അത് മനസ്സിലാവത്തില്ല. ആറാമത്തെയാണ് ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റർ ഡീകോഡിങ്. അതായത് സന്തോഷമുള്ള ഒരു വാർത്ത ഭയങ്കര സങ്കടത്തോടെ പറയുന്നു, സങ്കടമുള്ള ഒരു വാർത്ത സന്തോഷത്തോടെ പറയുന്നു. ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അല്ലെ. രണ്ടാമത്തെയാണ് ഫിസിയോളജിക്കൽ ബാരിയർ, സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ്സ് ഓഫ് റിസീവർ ആൻഡ് സെൻഡർ. ഇവിടെ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് പ്രീമച്വർ ഇവാലുവേഷൻ. എന്താണ് പ്രീമച്വർ ഇവാലുവേഷൻ? കമ്മ്യൂണിക്കേഷൻ ഇസ് ലൈക്ലി ടു ഫെയിൽ ഇഫ് ദ റിസീവർ ഇവാലുവേറ്റ്സ് ദ മീനിങ് ഓഫ് മെസ്സേജ് ബിഫോർ ദ സെൻഡർ കംപ്ലീറ്റ്സ്. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആള്
ഉദ്ദേശിക്കുന്ന ഒരു സാധനം കൺവേ ചെയ്യുന്നതിന് മുന്നേ ഇന്ന സാധനമാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രിമച്വർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ റിസീവർ ഇവാലുവേറ്റ്സ് ദ മീനിങ് ഓഫ് മെസ്സേജ് ബിഫോർ ദ സെൻഡർ കംപ്ലീറ്റ്സ് ഹിസ് മെസ്സേജ് അയച്ച് നിർത്തി തീർന്നില്ല, അതിനു മുന്നേ ഇവൻ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രീമച്വർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ലാക്ക് ഓഫ് അറ്റൻഷൻ. എന്താണ്? ഇനാഡ്യൂക്കേറ്റ് അറ്റൻഷൻ ടു ദി മെസ്സേജ് മേക്സ് കമ്മ്യൂണിക്കേഷൻ ലെസ് എഫക്റ്റീവ്. നമ്മൾ പറയുന്ന ഒരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിച്ചത് കേട്ട് അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് മനസ്സിലാവത്തില്ല, അല്ലേ? അപ്പോൾ ലാക്ക് ഓഫ് അറ്റൻഷൻ കൊണ്ടും നമുക്കൊരു ബാരിയർ അവിടെ വരുന്നുണ്ട്, ഫിസിയോളജിക്കൽ ബാരിയർ അവിടെ വരുന്നുണ്ട്. മൂന്നാമത്തെയാണ് ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റിറ്റൻഷൻ. എന്താണ്? സക്സസീവ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പുവർ റിറ്റൻഷൻ ഓഫ് ഇൻഫർമേഷൻ എഫക്ട്സ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഓക്കെ, ഇവിടെ നമുക്ക് പല സാഹചര്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകാം. ചില സമയത്ത് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേയൊക്കെ നമ്മൾ ഓർത്തിരിക്കും, കുറേയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അല്ലേ? നമ്മൾ മറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് ലോസ് ബൈ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പുവർ റിറ്റൻഷൻ എന്ന് പറയുന്നത്. നാലാമത്തെയാണ് ഡിസ്ട്രസ്. എന്താണ്? ഇഫ് ദ പാർട്ടീസ് ഡസ് നോട്ട് ഹാവ് ബിലീവ് ഈച്ച് അതർ. ഇവിടെ എന്താണ്? കേൾക്കുന്ന ആളും പറയുന്ന ആളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വിശ്വാസമില്ല. ഇവൻ എന്താണേലും പറ്റിക്കും, അവളെന്താണേലും പറയുന്ന കള്ളമാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്ര എഫക്റ്റീവ് ആവത്തില്ല, അല്ലെ? ഈച്ച് അതർ ദ മെസ്സേജ് മേ നോട്ട് ബി അണ്ടർസ്റ്റാൻഡ് ബൈ ഇറ്റ്സ് ഒറിജിനൽ സെൻസ്. അതിന്റെ ഒറിജിനൽ സെൻസ് നമ്മൾ പറയും, ഇവൻ എന്ത് പറഞ്ഞാലും തള്ളിയേ പറയത്തുള്ളൂ, അത് തള്ള എന്നുള്ളൊരു ഇതിൽ വരും. ശരിക്കും നടന്ന കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ എന്നാലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവില്ല. അടുത്താണ് ഓർഗനൈസേഷണൽ ബാരിയർ. അതായത് ബാങ്കേഴ്സ് റിലേറ്റഡ് ടു സ്ട്രക്ചർ, അതോറിറ്റി റിലേഷൻസ് എക്സെട്ര. അപ്പോൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സിന്റെ കേസിൽ വരുന്നത് ഓർഗനൈസേഷണൽ പോളിസി വരുന്നുണ്ട്. ഇഫ് ദി ഓർഗനൈസേഷണൽ പോളിസി ഈസ് നോട്ട് സപ്പോർട്ടഡ് ടു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ചില ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ അത്ര ഫ്രീ ഫ്ലോ കൊടുക്കത്തില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഓരോ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഓർഗനൈസേഷണൽ പോളിസിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില സ്ഥലത്ത് ഭയങ്കര ഫ്രീ ആയിരിക്കും, ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ചില സ്ഥലത്ത് ഈ ഹൈറാർക്കിയൽ ഓർഡറിൽ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വെക്കും. ചില സ്ഥലത്ത് നമുക്ക് എന്താണ് നമ്മൾ പറയുന്ന കാര്യം അവർ കേൾക്കണം എന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും, അല്ലെ? അവരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. റിജിഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ മേ ബി എ ഹേർഡിൽ ടു കമ്മ്യൂണിക്കേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു, ആ പോയിന്റിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിജിഡ് അല്ലെങ്കിൽ ഇന്ന ആളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള ആളോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മാനേജറിൻ്റെ അടുത്തോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തോ ഒന്നും പോയി സംസാരിക്കാൻ പറ്റില്ല എന്നൊരു റൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ വന്നു, അല്ലേ? മൂന്നാമത്തെയാണ് സ്റ്റേറ്റസ്. സ്റ്റേറ്റസ് കോൺഷ്യസ് മാനേജർ മേ നോട്ട് അലോ ഹിസ് സബോർഡിനേറ്റ് ടു എക്സ്പ്രസ് ദെയർ ഫീലിംഗ് ഫ്രീലി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഫീലിങ്സ് ഫ്രീ ആയിട്ട് പറയാനായിട്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന മാനേജേഴ്സ് നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന കാര്യങ്ങൾ കേട്ടാൽ കൊള്ളാമായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും വർക്ക് പ്രഷർ വരില്ല എന്നുള്ളൊരു ഐഡിയ എപ്പോഴും, അല്ലെങ്കിൽ ഒരു തോട്ട് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ്, എല്ലാ വർക്കേഴ്സിൻ്റെ മനസ്സിൽ വരുന്നതാണ്. അപ്പം അങ്ങനെ എന്താണ്, ഇപ്പം ഞാനാണ് ബോസ്, ഞാനാണ് മെയിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാനേജറിനെയാണ് കിട്ടുന്നെങ്കിൽ 8ന്റെ പണി കിട്ടും. കാരണം എന്താണ്, അദ്ദേഹം പറയുന്ന ഒന്നും കേൾക്കത്തില്ല, അല്ലേ? നമ്മുടെ ഫീലിങ്സ് എന്താണെന്നൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല. അപ്പം സ്റ്റേറ്റസ് അതിൻ്റെ ഒരു ഭാഗമാണ്. നാലാമത്തെയാണ് കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അല്ലെ? ദർ ആർ സെവറൽ മാനേജീരിയൽ ലെവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗെറ്റ് ഡിലേഡ് ആൻഡ് ഡിസോർഡർ. അതായത് ഇവിടെ പറയുന്നത് ഇപ്പം ഒരു ഓർഡർ വെക്കും, ഒരു ഹൈറാർക്കി ലെവൽ വെക്കും. അതായത് താഴെ ഇരിക്കുന്ന ആൾ അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞ് അവർ അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അവസാനമായിരിക്കും മുകളിൽ വല്ലതും എത്തുന്നത്. അത് കേട്ട് സാങ്ഷൻ ആയിട്ട് പിന്നെയും താഴെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ? അതാണ് കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കേസിൽ വരുന്നത്. ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ കനോട്ട് ബി എഫക്റ്റീവ് വിത്തൗട്ട് അഡിക്വേറ്റ് ഫെസിലിറ്റി ലൈക്ക് സജഷൻ ബോക്സ്, കംപ്ലയിന്റ് ബോക്സ്, ഫ്രീക്വന്റ് മീറ്റിംഗ്, സോഷ്യൽ ഗ്യാതറിംഗ് എക്സെട്ര. അപ്പോൾ ഒരു കമ്പനീനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ചെന്ന് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലവർ സംസാരിക്കുന്നത് ചിലവർക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലയിന്റ് ബോക്സ്, ഇതുപോലെ മീറ്റിംഗ്സ് ആയിക്കോട്ടെ, സോഷ്യൽ ഗ്യാതറിങ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ അവർക്ക് കൂടുതലും ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി വരുന്നതാണ് പേഴ്സണൽ ബാരിയേഴ്സ്. പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ചലഞ്ചിങ് ടു അതോറിറ്റി, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എ സുപ്പീരിയർ ഇസ് ലൈക്ലി ടു വിത്ത്ഹോൾഡ് എ മെസ്സേജ് ഇഫ് ഹി പെർസീവ്സ് ദാറ്റ് ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് ഹിസ് അതോറിറ്റി. അതായത് ഇവിടെ പറയുന്നുണ്ട്
ഒരു വ്യക്തി, അതായത് ബോസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു റൂളിംഗ് പവർ വിട്ട് എല്ലാവരും എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ എല്ലാവരും വന്ന് തലേ കയറും എന്നുള്ളൊരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു തിങ്കിങ്ങിലോട്ട് വരും. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ് സബോർഡിനേറ്റ്സ്. അതായത് ഇവിടെ പറയുന്നുണ്ട്, ഇഫ് സുപ്പീരിയർ ഡസ് നോട്ട് ഹാവ് കോൺഫിഡൻസ് ഓൺ ദെയർ കോമ്പീറ്റൻസി ഓഫ് ദെയർ സബോർഡിനേറ്റ്സ് ദേ മേ നോട്ട് ബി സീക്ക് ദെയർ അഡ്വൈസ് ഓൺ ഒപ്പീനിയൻ. ഓക്കെ, ഇവിടെ വരുന്ന എന്താണ്, ഇപ്പൊ സുപ്പീരിയറിന് സബോർഡിനേറ്റ്സിനോട് ഒരു വിശ്വാസം ഇല്ലെങ്കിൽ, ഇപ്പൊ നേരെ തിരിച്ചുമാവാം കേട്ടോ, സുപ്പീരിയേഴ്സിന് സബോർഡിനേറ്റ്സിനോട് ഒരു വിശ്വാസമില്ല, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവണം എന്നില്ല എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ചോദിക്കത്തില്ല, അഭിപ്രായം ചോദിക്കത്തില്ല. അതുപോലെ തന്നെ മുകളിലിരിക്കുന്ന ആള് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊരു സജഷൻ ചോദിക്കുവാണെങ്കിൽ അത്ര എഫക്റ്റീവായിട്ട് പറയത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ താഴെ ഇരിക്കുന്ന സബോർഡിനേറ്റ്സും അഭിപ്രായങ്ങളൊന്നും ചോദിക്കത്തില്ല അല്ലെ. മൂന്നാമത്തെയാണ് അൺവില്ലിംഗ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. എ സബോർഡിനേറ്റ് മേ നോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് സുപ്പീരിയർ ഇഫ് ദ perceives that it will affect his interest. അതായത് ചില മാനേജേഴ്സ് ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെയും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞെങ്കിലും വില തരാതെയും ഇരിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തോന്നത്തില്ല. നാലാമത്തെയാണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ്. ഇഫ് ദർ ഇസ് നോ മോട്ടിവേഷൻ ഓർ ഇൻസെൻറ്റീവ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ സബോർഡിനേറ്റ്സ് മേ നോട്ട് ടേക്ക് ഇനിഷ്യേറ്റീവ് ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് നല്ല ഐഡിയാസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴിയാണ് ബിസിനസ് ഒക്കെ ഡെവലപ്പ് ആവുന്നത് അല്ലേ. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് മോട്ടിവേഷനോ ഇൻസെൻറ്റീവോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അതുകൊണ്ടാണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. മെഷേഴ്സ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാം. ഇപ്പൊ നേരത്തെ കണ്ട കുറേ ബാരിയേഴ്സ് ഉണ്ടല്ലേ, പല രീതിയിലുള്ള ബാരിയേഴ്സ് നമ്മൾ കണ്ടു, ABC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. അപ്പം അത് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്ന കാര്യങ്ങളാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ക്ലാരിഫൈ ദി ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. സംസാരിക്കുന്നതിന് മുന്നേ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ ചിന്തിക്കുക. രണ്ടാമത്തെയാണ് കമ്മ്യൂണിക്കേറ്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് റിസീവർ. റിസീവറിന് എന്താണോ വേണ്ട അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ എടുക്കുന്നത് ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെയാണ് കൺസൾട്ട് അതർ ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ചില പ്രിൻസിപ്പലിനൊക്കെ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ, എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പ്രിൻസിപ്പലിനൊക്കെ എന്തെങ്കിലും മെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയക്കണം അല്ലെങ്കിൽ ടീച്ചറിനൊക്കെ അയക്കണമെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചി എടുത്തുകൊണ്ടേ കാണിക്കും. ചേച്ചി ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടേ കാണിക്കും. ഓക്കെ, ചേച്ചിയായിരുന്നു എപ്പോഴും വന്നിങ്ങനെ ചെക്ക് ചെയ്യുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി എടുത്തുകൊണ്ടേ കാണിക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു നാണക്കേടും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം അതുപോലെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, മറ്റൊരാൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ അത് ഇച്ചിരി റൂഡായി പോയി ഇത് മാറ്റി ഇന്ന സെന്റൻസ് ചെയ്ത് എന്ന് പറഞ്ഞ് നമുക്ക് സജഷൻസ് തരാം. നാലാമത്തെയാണ് ബിവെയർ ഓഫ് ലാംഗ്വേജ്, ടോൺ ആൻഡ് കണ്ടന്റ് ഓഫ് മെസ്സേജ്. അല്ലെ, നമ്മൾ സുപ്പീരിയറിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര റൂളിംഗ് ആയിട്ട് അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലെ. ആ രീതിയിലുള്ള ഒരു ടോൺ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അഞ്ചാമത്തെയാണ് കൺവേ ഹെൽപ്ഫുൾ ആൻഡ് വാല്യുബിൾ ഐഡിയാസ്. ഇവിടെ പറയുന്നുണ്ട് ഇഫ് ദ മെസ്സേജ് റിലേറ്റഡ് ടു ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ടു ദ റിസീവർ ഇറ്റ് വിൽ ഇവോക്ക് ഗുഡ് റെസ്പോൺസ്. അതായത് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവുന്നു എന്ന് പറയുവാണെങ്കിൽ എന്താണ്, വളരെ വാല്യുബിൾ ഐഡിയാസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ആറാമത്തെയാണ് എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. കാരണം എന്താണ്, മനസ്സിലായെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഒരു ഫീഡ്ബാക്ക് കിട്ടും അല്ലെ. മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ലെന്ന് പറയുക, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് തരത്തില്ല. അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടിയോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഏഴാമത്തെയാണ് കമ്മ്യൂണിക്കേറ്റ് ഫോർ ദ പ്രസന്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ. ഇപ്പം നടക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഫ്യൂച്ചറിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺസിക്വൻസസ് കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. റെഗുലർ റിവ്യൂ ആൻഡ് ഫോളോ അപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ വിൽ ഹെൽപ്പ് ഇൻ റിമൂവിംഗ് ഹേർഡിൽസ് ഇൻ ദി ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തു, അപ്പം അവർ ഡെയിലി അതിനെപ്പറ്റി അല്ലെങ്കിൽ ഓരോ വീക്ക്ലി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ അത് പോകും. അപ്പോൾ ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ടു ബി എ ഗുഡ് ലിസണർ. ഒരു ഗുഡ് ലിസണർ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ലിസണർ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഒരു മാനേജറിന്റെ കേസിൽ നല്ലതായിട്ട് ലിസൺ ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലാതെ റേഡിയോ പോലെ ഒരു കാര്യം ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തന്ന് അത് മൊത്തം നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ സബോർഡിനേറ്റ്സ് പറയുന്ന കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, മാനേജേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. അപ്പം നല്ലൊരു ലിസണർ ആവണം. പേഷ്യൻ്റ് ആൻഡ് അറ്റൻറ്റീവ് ലിസണിങ് എൻകറേജ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഫ്രീലി ആൻഡ് ഫ്രാങ്ക്ലി. അപ്പം നമുക്ക് പറയാനായിട്ട് പറ്റും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി ചെന്നാൽ ആ വ്യക്തിയുടെ അടുത്തൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളി കേട്ടോളും, പുള്ളി കേട്ടിരുന്നോളും, അല്ലെങ്കിൽ അതിന് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറയുന്ന ആ ഒരു സ്ട്രെസ് പുള്ളി കേട്ടിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ. അപ്പം ഒരു ഗുഡ് ലിസണർ ആവുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോസ് ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.